എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹോമോസൈഗസ് ആൻഡ് ഹെറ്ററോസൈഗസ് എന്ന് പറയുന്ന രണ്ട് ടേമാണ്. ഹോമോസൈഗസ് ആൻഡ് ഹെറ്ററോസൈഗസ് എന്ന് പറയുന്ന രണ്ട് ടേമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹോമോസൈഗസ്, എന്താണ് ഹെറ്ററോസൈഗസ് എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മെൻഡലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിൽ, മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ മെൻഡൽ കൺസിഡേർഡ് only one character in a cross, that is called monohybrid cross എന്ന് പറയും. അതായത് മെൻഡൽ ഒരു ക്യാരക്ടറിനെയാണ് ആ ക്രോസിന് വേണ്ടി, ആ ക്രോസ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പൊ എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. When one character is considered in a cross-breeding experiment, that is called monohybrid cross. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൽ മെൻഡൽ എടുത്ത ക്യാരക്ടർ ഏതാണെന്ന് നമുക്കറിയാം. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് മെൻഡൽ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പൊ ആ ഹൈറ്റിൽ തന്നെ രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു, രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ടോള്, മറ്റൊന്ന് ഡാർഫ്. അപ്പൊ അതില് മെൻഡലിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മെൻഡലിന്റെ യൂണിറ്റ് ഫാക്ടർ വെച്ച് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ദാ ഇങ്ങനായിരുന്നു കിടന്നേ: ക്യാപിറ്റൽ ടി ഇൻടു സ്മോൾ ടി. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ട് ടേം, ഒന്ന് ഹോമോസൈഗസ്, രണ്ട് ഹെറ്ററോസൈഗസ് എന്ന് പറയുന്ന രണ്ട് ടേമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ? ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: the two alleles in a gene are same. ഒരു ജീനിലെ രണ്ട് അല്ലീലുകളും സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോസൈഗസ്. ഇതാ നോക്കിക്കേ, ഇവിടെ ക്യാപിറ്റൽ ടി, അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി അല്ലേ, രണ്ട് ക്യാപിറ്റൽ ടി ആണ്. ഈ രണ്ട് ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഈ രണ്ട് അല്ലീലുകളും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒരു പേര് വിളിക്കാം, ഹോമോസൈഗസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഹോമോസൈഗസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇതിനെ ഹോമോസൈഗസ് ടോൾ എന്ന് വിളിക്കാം. ഇതിന്റെ ക്യാരക്ടർ എക്സ്പ്രഷൻ നമുക്കറിയാം, ഇത് ടോൾ ആണ്. ഇതിനെ എങ്ങനെ വിളിക്കാം? രണ്ട് അല്ലീൽസും സെയിം ആണ്. ടു അല്ലീൽസ് ഇൻ എ ജീൻ ആർ സെയിം, സോ that is homozygous. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹോമോസൈഗസ് ടോൾ എന്ന് വിളിക്കാമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഹോമോസൈഗസ് ഡോർഫ് എന്ന് വിളിക്കാം. ഹോമോസൈഗസ് ഡോർഫ് എന്ന് വിളിക്കാം. വൺസ് മോർ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു. മോണോഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ്? when one character is considered in a cross breeding experiment, that is called a monohybrid cross. അവിടുത്തെ വൺ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വൺ ക്യാരക്ടർ. ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആണ്, ഒന്ന് ടോളും മറ്റൊന്ന് ഡാർഫ്. ഒരു ജീനിലെ രണ്ട് അല്ലീലുകളും സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോസൈഗസ് എന്ന് വിളിക്കും.
ഇവിടെ രണ്ട് അല്ലീലുകളും സെയിം ആണ്. സോ ദാറ്റ് ഈസ് ഹോമോസൈഗസ് ടോൾ. ഇവിടെ രണ്ട് അല്ലീലുകളും സെയിം ആണ്, സ്മോൾ ടി. സോ ഹോമോസൈഗസ് ഡാർഫ്. അപ്പൊ നമ്മൾ രണ്ട് ടേമുകൾ പഠിച്ചു. എന്താണ് ഹോമോസൈഗസ് എന്നും എന്താണ് ഹെറ്ററോസൈഗസ് എന്നും നമ്മൾ രണ്ട് ടേം അപ്പൊ പഠിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു ടേമാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇനി മെൻഡലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇതിനെ രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് F1 കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് രണ്ടെണ്ണം ഒരുപോലെ ആയതുകൊണ്ട് ഒരെണ്ണം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ഇവിടെ രണ്ടെണ്ണം ഒരുപോലെ ആയതുകൊണ്ട് ഒരെണ്ണം നമുക്ക് എടുത്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ ഹോമോസൈഗസ് ടോളും ഹോമോസൈഗസ് ഡോർഫും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ കുട്ടികൾ എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും അല്ലേ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ the two alleles are different in a single gene. ഒരു സിംഗിൾ ജീനിൽ രണ്ട് അല്ലീലുകൾ ഡിഫറന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസൈഗസ്. അപ്പൊ നമ്മള് ഹോമോസൈഗസ് പഠിക്കുന്നു, ഹെറ്ററോസൈഗസ് പഠിച്ചു, മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. ഇവിടെ ഹെറ്ററോസൈഗസ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ എ ജീൻ two alleles are different. That is, one is capital T and another is small t. Heterozygous. ഇതിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചത്. എന്താണ് അതിന്റെ ക്യാരക്ടർ? ടോൾ ആണ് അതിന്റെ ക്യാരക്ടർ. ബിക്കോസ് എങ്ങനെയാണ് അതിന്റെ ക്യാരക്ടർ ടോൾ ആയത്? According to principle of dominance, when two characters intermix, only one character is expressed. The expressed character is called the dominant character and the suppressed character is called the recessive character. ഇവിടുത്തെ ഡോമിനന്റ് ക്യാരക്ടർ ഏതാണെന്ന് നമുക്കറിയാം, ക്യാപിറ്റൽ ടി ആണ് അല്ലെങ്കിൽ ടോൾ ആണ് ഡോമിനന്റ് ക്യാരക്ടർ. Small t that represents the dwarf, that is the recessive character. So the character of this offsprings are എന്താണ് ടോൾ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ഹെറ്ററോസൈഗസ് ടോൾ എന്ന് വിളിക്കാം. ഹെറ്ററോസൈഗസ് ടോൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഹോമോസൈഗസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻ എ ജീൻ two alleles are same. That is called homozygous. In a gene two alleles are different, capital T small t. That is called heterozygous. ഇതിന്റെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഇതിന്റെ ക്യാരക്ടർ? ഹെറ്ററോസൈഗസ് ടോൾ എന്നുള്ളതാണ് അതിന്റെ ക്യാരക്ടർ. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് phenotypic and genotypic ratio of phenotypic and genotypic ratio of monohybrid cross. Phenotypic and genotypic ratio of monohybrid cross. എന്താണ് phenotypic, എന്താണ് genotypic? നമ്മൾ അടുത്ത രണ്ട് ടേം പഠിക്കാൻ പോകും. First one is the phenotypic, second one is the genotypic. Phenotypic എന്ന് പറഞ്ഞാൽ that is the observable character.
നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നോക്കിയിട്ട് ആ ക്യാരക്ടർ വിളിച്ചു പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. ഫിനോട്ടിപ്പിക് ക്യാരക്ടർ ദാറ്റ് ഈസ് ദ ഒബ്സർവബിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരാളെ നമ്മൾ കാണുക, ഒരാളെ കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. സോ നമ്മൾ വിളിച്ചു പറയും എന്താണ്, അയാൾ ഒരു പൊക്കമുള്ള മനുഷ്യനാണ്. ദാറ്റ് ഈസ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. നമ്മളൊരു പൂവിന്റെ നിറം, ദ കളർ ഓഫ് ദ ഫ്ലവർ, നമ്മൾ ഉടനെ വിളിച്ചു പറയാം ആ പൂവിന്റെ നിറം റെഡ് ആണ് അല്ലെങ്കിൽ ചുവപ്പാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. എന്താണ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? അവിടെ ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഒബ്സർവബിൾ ക്യാരക്ടർ. നമ്മൾ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടറിനെ വിളിക്കുന്നത് ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ ഈസ് കോൾഡ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. നമ്മൾ കാണുന്ന ക്യാരക്ടർ ഏതാണോ അതേപോലെ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. എന്താണ് ജീനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? ജീനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. That is represent the genetic constituents of an individual. The genetic constituents of a character, that is called a genotype. The genotype represents the genetic constituents of a character. ഒരു ക്യാരക്ടറിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജീനോട്ടിപ്പിക് ക്യാരക്ടർ. അപ്പൊ എന്താണ് ഫിനോട്ടിപ്പിക് എന്നും എന്താണ് ജീനോട്ടിപ്പിക് എന്നുള്ള കാര്യം നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഫിനോട്ടിപ്പിക് ദാറ്റ് ഈസ് ദ ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ. ദാറ്റ് ഈസ് ദ ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ. നമ്മൾ കാണുന്ന സ്വഭാവം ക്യാരക്ടർ നമ്മൾ അതേപോലെ വിളിച്ചു പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. ഒരാൾക്ക് പൊക്കമുണ്ട്, ദാറ്റ് ഈസ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. ഒരു പൂവിന്റെ നിറം ചുവപ്പാണ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ റെഡ് ആണ്, ദാറ്റ് ഈസ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. ഇനി എന്താണ് ജീനോട്ടിപ്പിക് എന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് റെപ്രസെന്റ്സ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ജീനോട്ടിപ്പിക്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഫിനോട്ടിപ്പിക് ഞാൻ പറഞ്ഞു ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ. Observable morphological character, that is the phenotypic. Genotypic, that represents the genetic constituents. എന്താണ് ജീനോടൈപ്പ് എന്ന് ഞാൻ പറയാം. പൊക്കമുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ അയാൾക്ക് പൊക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫിനോട്ടിപ്പിക് ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാൻ പറയുക അങ്ങനെയല്ല. അയാളുടെ പൊക്കം ഹെറ്ററോസൈഗസ് ആണ്. അയാൾ ഹെറ്ററോസൈഗസ് ടോൾ ആണ്. എന്താണ് ഹെറ്ററോസൈഗസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. In a gene, the two alleles are different. അങ്ങനെ അല്ലീലിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ അല്ലീലിക് കോൺസ്റ്റിറ്റ്യൂവൻസ് നമ്മൾ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ് എന്ന് പറയും. ഇതാ നോക്കിക്കേ, ഇപ്പൊ ഞാൻ പറയുക the tall is heterozygous. The tall is heterozygous എന്ന് ഞാൻ പറഞ്ഞാൽ that is genotypic character. ഇനി ഞാൻ പറയുക ടോൾ, ഒന്നും പറയുന്നില്ല, ടോൾ, ഒരാള് ടോൾ ആണ് എന്ന് പറഞ്ഞാൽ that is phenotypic character. അപ്പൊ ജിനോടൈപ്പ് പറയുമ്പോൾ that is ഇപ്പൊ നോക്കിക്കേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതിനെ ഞാൻ പറയുന്നു ടോൾ എന്ന് പറഞ്ഞാൽ that is എന്താണ് ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. ഇനി ഞാൻ പറയുക ഇത് ഹോമോസൈഗസ് ടോൾ ആണ്. ഹോമോസൈഗസ് ടോൾ ആണെന്ന് ഞാൻ പറഞ്ഞാൽ
അതിന്റെ അർത്ഥം അത് ജിനോട്ടിപ്പിക് റെപ്രസെന്റേഷൻ. വെറും ടോൾ എന്ന് പറഞ്ഞാൽ അത് ഫിനോട്ടിപ്പിക് റെപ്രസെന്റേഷനും, അതിന്റെ രണ്ട് അല്ലീലുകൾ സെയിം ആയതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുക, ദാറ്റ് ഈസ് ഹോമോസൈഗസ് ടോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജിനോട്ടിപ്പിക് റെപ്രസെന്റേഷൻ. ഇതിനെ എങ്ങനെ പറയാം? ഹോമോസൈഗസ് ഡോർഫ് എന്ന് പറഞ്ഞാൽ അത് ജീനോട്ടിപ്പിക് റെപ്രസെന്റേഷൻ. ഇനി ഞാൻ വെറുതെ ഡോർഫ് എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഈസ് ഫീനോട്ടിപ്പിക് റെപ്രസെന്റേഷൻ. അപ്പൊ ഫീനോട്ടിപ്പിക്കും ജീനോട്ടിപ്പിക്കും എന്താണോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജീനോട്ടിപ്പിക് ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഫീനോട്ടിപ്പിക് ആൻഡ് genotypic ratio of monohybrid cross. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയാം, ഇതിനകത്തിലെ കംപ്ലീറ്റ് ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫീനോട്ടിപ്പിക് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ജീനോട്ടിപ്പിക് എന്താണെന്ന് അറിയാം. റേഷ്യോ കുഴപ്പമില്ല, ആ റേഷ്യോ നിങ്ങൾക്ക് കൊച്ചുകൾ ചെറിയ ക്ലാസ് പോലെ പഠിക്കുന്നതാണ്. റേഷ്യോ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന കാര്യം നിങ്ങൾക്കറിയാം. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? വെൻ only one character is considered in a cross breeding experiment, that is called mono hybrid cross. Okay, അങ്ങനെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്ത് റേഷ്യോ? ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ. ഓക്കെ, നമുക്കതിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് നമുക്ക് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ടി ദാറ്റ് ഈസ് ദ ടോൾ ഇൻടു സ്മോൾ ടി ദാറ്റ് ഈസ് ഡ്വാർഫ്. ക്രോസ് F1 കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടിയ കുട്ടി ടോൾ കുട്ടി. ഓക്കെ, ഇതിനെ നമ്മൾ F1 എന്ന് വിളിച്ചു, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ എന്ന് വിളിച്ചു. അതിനെ സെൽഫിങ് നടത്തി ഇൻടു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിനെ ഇതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. ഫിനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് ആദ്യം നോക്കാം. ഫിനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ അബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടർ. നമ്മൾ ക്യാരക്ടർ എന്താണോ അതിനെ വിളിച്ചു പറയുന്നതാണ് എന്ത്? ഫിനോട്ടിപ്പിക് ക്യാരക്ടർ. അപ്പൊ ഫിനോട്ടിപ്പിക് റേഷ്യോ പറയാൻ പോവാ, ശ്രദ്ധിച്ചിരുന്നോണം. ഫിനോട്ടിപ്പിക് റേഷ്യോ ഇതിന്റെ ക്യാരക്ടർ നമ്മൾ നോക്കി വിളിച്ചു പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോൾ. ശരിയല്ലേ? ഇത് നമ്മൾ നോക്കി വിളിച്ചു പറയുക ടോൾ. ഇത് നമ്മൾ നോക്കുമ്പോ പൊക്കമുള്ള നമുക്ക് എന്ത് വിളിക്കാം? ടോൾ. ഇത് നമ്മൾ നോക്കിയിരിക്കുമ്പോ എന്താ? ഡ്വാർഫ്. നമുക്ക് ഇതിന്റെ റേഷ്യോ നോക്കാം. 1, 2, 3. 1, 2, 3. 3 ടോൾ, 3 ടോൾ, 1 ഡാർഫ്. സോ phenotypic ratio of monohybrid cross is 3:1. മോണോഹൈബ്രിഡ് ക്രോസിലെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 3 ടോളും അല്ലെങ്കിൽ 3 ടോൾ ആൻഡ് 1 ഡാർഫ്, ദാറ്റ് ഈസ് 3:1. ഇനി അതിന്റെ ജിനോട്ടിപ്പിക് റേഷ്യോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ that represents the genetic constituents. നമ്മൾ എടുത്തു പറയുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി സ്മോൾ ടി, അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ that is genotypic representation. സോ നമുക്ക് ഇങ്ങോട്ട് വരാം. ക്യാപിറ്റൽ ടി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. സ്മോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. That is the genotypic ratio of monohybrid cross is 1:2:1. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ജീനോട്ടിപ്പിക് റെപ്രസെന്റേഷനിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 homozygous tall, 1 homozygous tall, 2 heterozygous tall, 1 homozygous dwarf. ഇപ്പൊ ജീനോട്ടിപ്പിക് റേഷ്യോ പറയുമ്പോൾ ഇങ്ങനെ വേണം പറയാൻ: 1 homozygous tall, 2 heterozygous tall, 1 homozygous dwarf. So genotypic ratio of monohybrid cross is 1:2:1. Phenotypic ratio of monohybrid cross is 3:1. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് inheritance of two character. Inheritance of two character. Inheritance of two character. Inheritance of two character. നമ്മൾ നേരത്തെ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ ആയിരുന്നു പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടർ. ഇൻഹെറിറ്റൻസ് ഓഫ് ടു ക്യാരക്ടർ, അവിടെ രണ്ട് ക്യാരക്ടർ എടുക്കുക. when two character is considered in a cross, that is dihybrid cross. നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചായിരുന്നു അല്ലെ? ആ മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചു കഴിഞ്ഞു. ഇനി മെൻഡൽ തന്റെ പരീക്ഷണം അല്പവും കൂടെ കോംപ്ലക്സ് ആക്കി മാറ്റി. അദ്ദേഹം രണ്ട് ക്യാരക്ടറിനെ എടുത്ത് ക്രോസ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ രണ്ട് ക്യാരക്ടറിനെ എടുത്തൊരു ക്രോസ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അതിന്റെ പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് വെച്ചാൽ when two character is considered in a cross, ഒരു ക്രോസ് ബ്രീഡിംഗ് നടത്തുമ്പോൾ ആ ക്രോസ് ബ്രീഡിംഗിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് രണ്ട് ക്യാരക്ടറിനെ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് മീൻസ് when two character is considered in a cross breeding experiment. ഓക്കെ, മെൻഡൽ ഇവിടെ നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസ് നോക്കാം. രണ്ട് ക്യാരക്ടർ ആണ് മെൻഡൽ ഇതിനായിട്ട് എടുത്തത്. ഒന്നാമത്തെ ക്യാരക്ടർ അദ്ദേഹം ടോൾ എടുത്തു, ഹൈറ്റ് എടുത്തു. ഈ ഹൈറ്റ് അദ്ദേഹം നേരത്തെ എടുത്ത് പഠിച്ചതാ അല്ലെ? എവിടെ? മോണോഹൈബ്രിഡ് ക്രോസിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ പഠിച്ചപ്പോൾ അദ്ദേഹം എടുത്തതാണ് ഹൈറ്റ്. ആ ഹൈറ്റ് തന്നെ അദ്ദേഹം ഇതിന് ഡൈഹൈബ്രിഡ് ക്രോസിന് വേണ്ടി എടുത്തു. അതിന്റെ കൂടെ വേറൊരു ക്യാരക്ടർ കൂടെ അദ്ദേഹം എടുത്തു. ആ ക്യാരക്ടർ that is the color of the flower.
of the flower. Color of the flower. ആ ഫ്ലവറിന്റെ നിറം കൂടെ അദ്ദേഹം പഠിക്കാനായിട്ട് എടുത്തു. രണ്ട് ക്യാരക്ടർ എടുത്തു. ആ പീ പ്ലാന്റ്സിലാണ് ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പീ പ്ലാന്റ്സിന്റെ ഹൈറ്റ് ഒരു ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടർ ദാറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിന്റെ കളറാണ് അതിന്റെ സെക്കൻഡ് ക്യാരക്ടർ. ഇങ്ങനെ രണ്ട് ക്യാരക്ടറിനെ എടുത്ത് അദ്ദേഹം ഡൈ ഹൈബ്രിഡ് ക്രോസ് നടത്തി. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് മനസ്സിലായി. when two character is considered in a cross, that is called the dihybrid cross. അദ്ദേഹം എടുത്തത് ഇതിന്റെ തന്നെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, കളറിന്റെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് വന്നു. ഹൈറ്റിന്റെ ആൾട്ടർനേറ്റീവ് നമുക്കറിയാം, ടോൾ. അടുത്ത എന്താ? ഡ്വാർഫ്. ഇതാണ് ഹൈറ്റ്. അദ്ദേഹം എടുത്ത കളർ റെഡ്, ചുവപ്പ് കളർ. ഫ്ലവറിന്റെ കളറാണ്. ഫ്ലവറിന്റെ കളർ ഏതെടുത്തു? റെഡ് എടുത്തു, അല്ലെങ്കിൽ നല്ല ചുവപ്പ് നിറമുള്ള പൂവുള്ള പീ പ്ലാന്റ്സ്. പിന്നെ അദ്ദേഹം എടുത്തത് വൈറ്റ്, വൈറ്റ് കളർ ഉള്ളത് എടുത്തു. റെഡും വൈറ്റും, ടോളും ഡാർഫും. ഇത് രണ്ടും രണ്ട് ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഒരു ക്യാരക്ടർ കളർ ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇങ്ങനെ രണ്ട് ക്യാരക്ടറാണ്. അതിന്റെ ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നമ്മൾ പരിചയപ്പെടുത്തി. അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഇത്രയാണ്: ഒന്ന് ടോളും ഡാർഫും, രണ്ട് റെഡും വൈറ്റും. നമ്മൾ നോക്കുമ്പോൾ രണ്ട് ക്യാരക്ടറേ ഉള്ളൂ. ഒന്ന് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, രണ്ട് കളർ ഓഫ് ദ ഫ്ലവർ. സോ ഇത് എങ്ങനെയാണ് അദ്ദേഹം ക്രോസ് ചെയ്തത് നമുക്ക് നോക്കാം. ക്രോസിംഗ് നോക്കാം. ടോൾ റെഡ്, ടോൾ റെഡ് ക്രോസ് വിത്ത് ഡാർഫ് വൈറ്റ്, ഡാർഫ് വൈറ്റ്. അപ്പൊ ടോൾ റെഡും ഡാർഫ് വൈറ്റും കൂടെ ആണ് ഇദ്ദേഹം ക്രോസ് ചെയ്തത്. നമുക്കറിയാം ടോളിന്റെ യൂണിറ്റ് ഫാക്ടർ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാർഫിന്റെ യൂണിറ്റ് ഫാക്ടറുകളും അല്ലീൽസും നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഉണ്ട്. അത് നമുക്ക് ആദ്യം അങ്ങ് എഴുതാം. ഇതാ നോക്കിക്കേ, ടോൾ എഴുതാൻ പോവാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ശരിയല്ലേ? അടുത്തത് ഡ്വാർഫ് ഞാൻ എഴുതാൻ പോവാ. സ്മോൾ ടി, സ്മോൾ ടി. ഇത് തമ്മിലാണ് നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ടോളും ഡ്വാർഫിന്റെയും അല്ലീലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഹോമോസൈഗസ് ടോൾ, ഹോമോസൈഗസ് ഡ്വാർഫ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി. തീർച്ചയായിട്ടും നമുക്കിനി എന്തെഴുതാം? കളറും കൂടെ എഴുതിയാൽ മതിയല്ലോ. കളർ ഏതാ? റെഡും വൈറ്റും. ഓക്കെ, നോക്കിക്കേ, റെഡിനെ നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. സ്മോൾ ടി, സ്മോൾ ടി ഓൾറെഡി ഉണ്ട്. വൈറ്റിനെ നമ്മൾ സ്മോൾ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ ആവശ്യമായ യൂണിറ്റ് ഫാക്ടറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ റെഡിയായി. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. ഇതിന്റെ ക്യാരക്ടർ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അതിന്റെ താഴോട്ട് ഞാൻ എഴുതാൻ പോവാ, അല്ലെങ്കിൽ മോളിൽ കിടപ്പുണ്ട്. ടോൾ റെഡ് ആണിത്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഡാർക്ക് വൈറ്റ് ആണ്. സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. കണ്ടല്ലോ? ഇനി ഇതിനെ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷൻ നമുക്ക് കിട്ടണമല്ലോ. F1 ജനറേഷൻ കിട്ടണം. F1 ജനറേഷൻ കിട്ടുന്ന നോക്കാം. ഇത് രണ്ടെണ്ണം ഒരുപോലത്തതായതുകൊണ്ട് നമുക്ക് സെയിം ആയതുകൊണ്ട് ഒരെണ്ണം എടുത്താൽ മതി. ഇതിന്റെ ഒരെണ്ണം എടുക്കാം, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തു, ക്യാപിറ്റൽ ആർ.
ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തു, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ദാറ്റ് ഈസ് F1. ഈ F1 അതിന്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ ഫിനോട്ടിപ്പിക് ക്യാരക്ടർ നമുക്ക് പറയാം. ക്യാപിറ്റൽ ടി ഉള്ളിടത്തോളം അത് ടോൾ ആണ്, ക്യാപിറ്റൽ ആർ ഉള്ളിടത്തോളം അത് റെഡ് ആണ്. അപ്പൊ F1ൽ കിട്ടിയ എല്ലാവരും എങ്ങനെയുള്ളവരാ? ടോൾ റെഡ്. മനസ്സിലായല്ലോ? അപ്പോൾ F1ൽ കിട്ടിയ എല്ലാവരും ടോൾ റെഡ് ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇനി അതിന്റെ F2 ജനറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിന്റെ F2 ജനറേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്കിയേ, ഇൻടു സെൽഫിംഗ് അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിന്റെ F2 കണ്ടുപിടിക്കാൻ വേണ്ടി F1നെ സെൽഫിംഗ് നടത്തി. ഹെറ്ററോസൈഗസ് ആണ് ഇതല്ലേ, ഹെറ്ററോസൈഗസ് ടോൾ റെഡ് ക്രോസ് വിത്ത് ഹെറ്ററോസൈഗസ് ടോൾ റെഡ്, രണ്ടും സെയിം ആണ്. ടോൾ റെഡിനെ ടോൾ റെഡുമായിട്ട് സെൽഫിംഗ് നടത്താൻ പോവാം. നോക്കിക്കേ, സെൽഫിംഗ് നടത്തുന്നതിന് മുമ്പ് നമുക്കിതിന്റെ ഗ്യാമേറ്റുകൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ സെൽഫിംഗ് നടത്താൻ പറ്റൂ. ഗ്യാമേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഞാൻ ഇതേ ലിങ്ക് പിടിക്കുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അതിലാണ് ഞാൻ പിടിച്ചത്. അതിന്റെ ഗ്യാമേറ്റ് കണ്ടുപിടിക്കാൻ പോവാ. കണ്ടല്ലോ, ഒരു ഗ്യാമേറ്റ് ആണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. അടുത്ത ഗ്യാമേറ്റ് ഞാൻ ഈ ക്യാപിറ്റൽ ടിയെ തന്നെ പിടിച്ചേക്കുക. ശ്രദ്ധിച്ചു നോക്കണം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ അടുത്ത ഗ്യാമേറ്റ്. നെക്സ്റ്റ് സ്മോൾ ടിയെ പിടിച്ചേക്കുമല്ല, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ. വീണ്ടും സ്മോൾ ടിയെ പിടിച്ചിരിക്കുന്നു, സ്മോൾ ആർ, സ്മോൾ ടി സ്മോൾ ആർ. നോക്കിക്കേ, ഇവിടെ ഗ്യാമേറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, നമുക്കത് ഇങ്ങോട്ട് മാറ്റിയിടാം. ഗ്യാമേറ്റ്സ് നോക്കാം എന്തൊക്കെയായിരുന്നു. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ പറഞ്ഞു, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ, ഇൻടു ക്രോസ് ചെയ്യാൻ പോവാം. ഇൻടു ഇത് തന്നെയാണ് നമ്മൾ അവിടെ സെൽഫിംഗ് ആണല്ലോ. ഓക്കെ, എഴുതിക്കൂ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്രോസ് ചെയ്യാനായിട്ട് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ക്വയറിലാണ് ഇത് ചെയ്യുന്നത്. ആ സ്ക്വയർ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോയാൽ കിട്ടത്തില്ല, മൊത്തത്തിൽ കുഴപ്പമായി നാശത്തോടായി. അതിനെ നമ്മൾ എന്തായെന്ന് വെച്ചാൽ പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ക്വയറിലാണ് ഇതിന്റെ ക്രോസിംഗ് നടത്തുന്നത്. അതായത് ക്രോസിംഗ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ക്രോസിംഗ് നോക്കാം. അതിന്റെ ക്രോസിംഗ് എന്ന് പറയുന്നത് നോക്കിക്കോണം, നമ്മൾ ഇങ്ങനെ ഒരു ബോൾ പന്നറ്റ് സ്ക്വയർ നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കും. പന്നറ്റ് സ്ക്വയർ എന്നാണ് അതിന് പറയുന്നത്, പന്നറ്റ് സ്ക്വയർ. ഓക്കെ, നമ്മളുടെ ഗ്യാമേറ്റുകൾ നമുക്കറിയാം, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. അടുത്ത ഏതാ?
ക്യാപിറ്റൽ ടി സ്മോൾ ആർ. അടുത്ത ഏതാ? സ്മോൾ ടി ക്യാപിറ്റൽ ആർ. അടുത്ത ഏതാ? സ്മോൾ ടി സ്മോൾ ആർ. ഇത് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഒരെണ്ണം മെയിൽ, ഒരെണ്ണം ഫീമെയിൽ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇതിനെ നമ്മൾ ഇനി ഇങ്ങനെ കളം തിരിക്കാൻ പോകും. ഇങ്ങനെ കളമാക്കി ഈ കളത്തിൽ എഴുതാൻ പോവാ, ഇനി ക്രോസ് ചെയ്യാൻ പോവാ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ഈ ടിയും ഈ ടിയും, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ക്യാപിറ്റൽ ടി ഈ ക്യാപിറ്റൽ ടി ഇതാ എടുക്കുന്നു. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ഇതാ എടുക്കുന്നു. നെക്സ്റ്റ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ഇതും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ എഴുതും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി നമ്മൾ ഇതുമായിട്ട് എഴുതുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇതുമായിട്ട് എഴുതുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി നമ്മൾ ഇതും കൂടെ ചെയ്യുന്നു. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതും കൂടെ എഴുതുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇതും കൂടെ എഴുതുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇനി ഇതിന്റെ ക്യാരക്ടർ ഒന്ന് പഠിക്കാം. ഇതിന്റെ ക്യാരക്ടർ നോക്കുമ്പോൾ നമുക്ക് ആദ്യം അതിന്റെ ഫിനോടിപ്പിക് ക്യാരക്ടർ എന്താണ് എന്ന് നോക്കാം. ഫിനോടിപ്പിക് ക്യാരക്ടർ ഇത്രേ ഉള്ളൂ. കാണുന്നത് നമ്മൾ അങ്ങ് പറയും. നോക്കാം. ക്യാപിറ്റൽ ടി ഉള്ളിടത്തോളം അത് ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ആർ ഉള്ളിടത്തോളം അത് റെഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ടോള് റെഡ്. ഇത് ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട്. ടോൾ റെഡ്. 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 ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ആർ ആ, അപ്പോൾ ടോൾ വൈറ്റ്. ക്യാപിറ്റൽ ടി ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട്. ടോൾ റെഡ്. ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ആർ ആ ഉള്ളത്. ടോൾ വൈറ്റ്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉണ്ട്. ടോൾ റെഡ്. ഡോർഫ് റെഡ്. സ്മോൾ ടി മാത്രമുണ്ട് ഡോർഫ്. ആർ ഉള്ളതുകൊണ്ട് റെഡ്. സ്മോൾ ടി ഉള്ളതുകൊണ്ട് ഡോർഫ് റെഡ്. ടോൾ റെഡ്. ടോൾ വൈറ്റ്. ഡോർഫ് റെഡ്. ഡോർഫ് വൈറ്റ്. ഓക്കെ, നമുക്കിനി ഓരോന്നിന്റെയും നോക്കാം. ടോൾ റെഡ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ടോൾ റെഡ് 1 2 3 4 5 6 7 8 9. ടോൾ റെഡ് 9. അടുത്തത് നോക്കാം.
ടോൾ വൈറ്റ് നോക്കാം. 1 2 3 ടോൾ വൈറ്റ് 3 ടോൾ വൈറ്റ് 3. അടുത്തത് ടോൾ വൈറ്റ് കഴിഞ്ഞു. അടുത്ത ഡാർക്ക് റെഡ് നോക്കാം. ഡാർക്ക് റെഡ് 1 2 3 ഡാർക്ക് റെഡ് 3. ഡാർക്ക് വൈറ്റ് നോക്കാം. ഡാർക്ക് വൈറ്റ് ഒറ്റ ഒന്നേ ഉള്ളൂ. ഡാർക്ക് വൈറ്റ് 1. അപ്പൊ നമുക്ക് ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ് കിട്ടാൻ പോകും. നമ്മൾ കാണുന്നത് വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടർ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ, അതായത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ പറയാൻ പോവാ. 9:3:3:1. 9 ടോൾ റെഡ്, 3 ടോൾ വൈറ്റ്, 3 ഡാർക്ക് റെഡ്, 1 ഡാർക്ക് വൈറ്റ്. ഇതാണ് അതിന്റെ ഫിനോട്ടിപ്പിക് ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ്. മെൻഡൽ ഇതിൽ നിന്നും, ഈ എക്സ്പെരിമെന്റിൽ നിന്നും, ഏത് എക്സ്പെരിമെന്റിൽ നിന്നും, ഇൻഹെറിറ്റൻസ് ഓഫ് ട്രൂ ക്യാരക്ടർ ഓർ ഡൈഹൈബ്രിഡ് ക്രോസ്, ആ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും മെൻഡൽ പുതിയ ഒരു പ്രിൻസിപ്പിൾ പുട്ട് ഫോർവേഡ് ചെയ്തു. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. അദ്ദേഹം ഈ എക്സ്പെരിമെന്റിന്റെ പ്രോഡക്റ്റ് ആണ്, ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് ആണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നമ്മൾ യൂണിറ്റ് ഫാക്ടർ പഠിച്ചു, ഒന്നാമത്തെ യൂണിറ്റ് ഫാക്ടർ പഠിച്ചു. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അദ്ദേഹത്തിന്റെ ലോ ഓഫ് ഡോമിനൻസ് പഠിച്ചു. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചു. നാലാമത്തെ പ്രിൻസിപ്പിൾ അദ്ദേഹം എന്തിന്റെ പ്രോഡക്റ്റ് ആണ്, എന്തിന്റെ റിസൾട്ട് ആണ്, ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ട് ആണ്. എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ആദ്യം പറയാം. ഇവിടെ 2 ക്യാരക്ടർ അല്ലേ എടുത്ത്, ഹൈറ്റും കളറും. അതിൽ ടോൾ റെഡ് ക്രോസ് വിത്ത് ഡാർക്ക് വൈറ്റ്. ഇവിടെ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ റെഡ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടർ, വൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ടോളും റെഡും തമ്മിൽ ഒന്നിച്ചിരിക്കുക. ടോളും റെഡും തമ്മിൽ ഒന്നിച്ചിരുന്നപ്പോ എന്ത് കിട്ടി? ആ പ്ലാന്റിൽ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ്, നല്ല ചുവന്ന പൂ പിടിക്കുന്ന പ്ലാന്റ്. ആരുമായിട്ടാ ക്രോസ് ചെയ്തേ? പൊക്കം കുറഞ്ഞ ചെടിയിൽ വെള്ളപ്പൂ പിടിക്കുന്ന ആ ചെടിക്ക് പൊക്കക്കുറവ്, അത് തമ്മിലാണ് ക്രോസിങ്. ഈ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ റെഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒരു കാര്യം പറയും. എന്താണെന്നറിയാം? എനിക്ക് നല്ല പൊക്കമുണ്ട്, അപ്പൊ എന്റെ കൂടെ നീ എന്നും നിൽക്കണം. ആര്? റെഡ് എന്ന് പറയുന്ന കളർ എന്നും നിൽക്കണം. നമുക്ക് എന്നും ഇങ്ങനെ ചുവന്ന പൂ പിടിച്ച് പൊക്കം വെച്ചിങ്ങനെ നിൽക്കാം. ഡാർക്ക് വൈറ്റിനോട് പറയും, എനിക്ക് പൊക്കക്കുറവാ, പക്ഷെ നിന്റെ കളർ വൈറ്റ് സൂപ്പറാ, അതുകൊണ്ട് നമുക്ക് എന്നും ഇങ്ങനെ നിൽക്കാം. പക്ഷേ റെഡ് ടോളിനോട് പറയും,
ഞാൻ എത്ര കാലം വേണമെങ്കിലും നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കാം, പക്ഷേ അടുത്ത തലമുറ വരുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകും. ഞാൻ ആരുടെ കൂടെ പോകും? റെഡ് ആരുടെ കൂടെ പോകും പറഞ്ഞു? ഡ്വാർഫിന്റെ കൂടെ പോകും. എന്നെ നിയന്ത്രിക്കാൻ വരരുത്, എന്നെ കൺട്രോൾ ചെയ്യാൻ വരരുത്. അടുത്ത തലമുറയിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ, they independently segregate to next generation. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യും. ഒരിക്കലും ടാളിന്റെ കൂടെ റെഡ് എന്ന് നിൽക്കത്തില്ല, ആള് പിന്നെ ചാടിപ്പോകും. ഇവിടെയും സംഭവം അത് തന്നെ. വൈറ്റ് ആളുടെ കൂടെ നിൽക്കത്തില്ല, ഡ്വാർഫിന്റെ കൂടെ നിൽക്കില്ല. അടുത്ത ജനറേഷൻ വരുമ്പോൾ, അടുത്ത ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്താവുമ്പോൾ ഈ ഡ്വാർഫിന്റെ കയ്യിൽ നിന്നും റെഡ് ചാടിപ്പോവും, ഇഷ്ടമുള്ളെടുത്ത് പോകും. അങ്ങനെയാണെങ്കിൽ ടോൾ ഇഷ്ടമുള്ളെടുത്ത് പോകും. ടോൾ ആരുടെ കൂടെ പോവും? റെഡിന്റെ കൂടെ ചാടും. ഡ്വാർഫ് റെഡിന്റെ കൂടെ ചാടും. ടോൾ ആരുടെ കൂടെ ചാടും? വൈറ്റിന്റെ കൂടെ ചാടും. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ, ആരൊക്കെ തമ്മിൽ? ടോൾ റെഡും ഡാർക്ക് വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഓസ്പ്രിങ്സ്, കുട്ടികൾ, സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങൾ, ഓസ്പ്രിങ്സ് എങ്ങനെയുള്ളവരായിരുന്നു? ഇതെല്ലാ കോമ്പിനേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു പോയി. എന്തൊക്കെ കിട്ടി നമുക്ക്? 9 ടോൾ റെഡ് കിട്ടി, 9 ടോൾ റെഡ് കിട്ടി. ഇത് 9 എണ്ണം അതുപോലെ കിട്ടി. പിന്നെന്ത് കിട്ടി? 3 ടോൾ വൈറ്റ് കിട്ടി. ഇതാ നോക്കിക്കേ, ടോളിന്റെ കൂടെ വൈറ്റ് വന്ന് കയറി. അടുത്ത 3 എണ്ണം ടോൾ ടോൾ റെഡ് കിട്ടി. ടോളിന്റെ കൂടെ ഡാർഫ് റെഡ് കിട്ടി. ഡാർഫ് റെഡ് കിട്ടി. കണ്ടോ, ഡാർഫിന്റെ കൂടെ റെഡ് വന്നു. ഡാർഫിന്റെ കൂടെ ആരായിരുന്നു വരുന്നേ? വൈറ്റ് ആയിരുന്നു. അത് മാറി, ആ കോമ്പിനേഷൻ മാറി. ഡാർഫിന്റെ കൂടെ റെഡ് ചാടി വന്നു. ആ നോക്കിക്ക്, അവസാനത്തെ ഒരെണ്ണം എന്ത് കിട്ടി? ആ ഡ്വാർഫ് വൈറ്റും കിട്ടി. ഡ്വാർഫ് വൈറ്റും കിട്ടി. അപ്പൊ കോമ്പിനേഷൻസ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ 2 ക്യാരക്ടറുകൾ, ഏതൊക്കെ? കളറും ഹൈറ്റും. ഈ 2 ക്യാരക്ടറുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ, the principle of independent assortment states that when more than one pair of character are involved in a cross, more than one pair of character involved in a cross, the factor pairs, that is capital R and capital T, or small t or small r, assort independent of each other. ഇതാണ് സാർ. ഒരു പ്രാവശ്യം നമ്മൾ പറയും. The principle of independent assortment states that when more than one pair of characters or factors are involved in a cross, the factor pairs independently assort during the time of gamete formation. ഒറ്റ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. The principle of independent assortment states that when more than one pair of character involved in a cross, more than one pair of character involved in a cross, the factor pairs segregate or assort independently of each other. എപ്പോൾ? during the time of gamete formation. So we get tall red, tall white, dwarf red, dwarf white.
ഇതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമ്മൾ പഠിച്ചു. ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചു. നമ്മൾ അടുത്ത ദിവസം ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജീനോടിപ്പിക് റേഷ്യോ പഠിക്കും. നമ്മൾ ഇന്ന് എന്ത് പഠിച്ചു? ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോടിപ്പിക് റേഷ്യോ പഠിച്ചു. ഫിനോടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു? 9:3:3:1. അടുത്ത ദിവസം നമ്മൾ അതിന്റെ ജീനോടിപ്പിക് റേഷ്യോ പഠിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.